വോട്ട് ചെയ്യും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള വോട്ട്. അതെ, വോട്ട് ചെയ്യും. അത് നിജി ജസ്റ്റിലെ എക്സ് ഓർ വൈ ആരായിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ആൾക്ക് എൻ്റെ വോട്ട് കിട്ടും. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സാക്ഷി. ഞാനത് അദ്ദേഹത്തിനോട് ഇന്നലെ പറഞ്ഞിരുന്നു. എനിക്ക് ആലോചിക്കാൻ സമയം വേണം. ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് ഞാൻ വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഉപദേശിച്ചു. എൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു മാറി നിൽക്കരുത്, വോട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. അതിന് ഇവിടുന്നാണല്ലോ വഴി വെട്ടുന്നത്. അല്ല, ഇപ്പോഴും നേരത്തെ നമ്മളോട് പറഞ്ഞതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും കൂടുതൽ എനിക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നൊക്കെ ഇവിടെ മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുന്ന കണ്ടു. അദ്ദേഹം പറഞ്ഞതായിട്ട് അങ്ങനെ എന്നെ അച്ചടക്ക നടപടിയിലേക്ക് വരികയാണെങ്കിൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. സാമ്പത്തിക വിഷയമുണ്ട്. അല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് 10 കൊല്ലം ഇരുന്ന ഒരു മഹാനായിട്ടുള്ള നേതാവുണ്ടല്ലോ രാജംപല്ലൻ, അവന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ അത് എനിക്ക് പറയാം. അത് നെവർ ഒരു ഘട്ടം വന്നാൽ, അതായത് എനിക്ക് നേരെ അച്ചടക്ക നടപടി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡിങ് രാജൻപല്ലൻ ആണ് അതിലൊരു കണ്ണി. അദ്ദേഹത്തിന് നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി, തൃശ്ശൂരിലെ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ ബലിയാടാക്കാൻ ഒരു ഘട്ടം വരെ എന്നെ മാറ്റി നിർത്തുകയും എനിക്കെതിരെ പല ആരോപണങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു മഹാനാണ് അദ്ദേഹം. ഈ രാജംപലിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളുണ്ടോ? ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാം, കുറച്ച് ഘട്ടം കൂടിയും കഴിയട്ടെ. അല്ല, അത് ഞാൻ വിട്ടു പറയില്ല. കാരണം എനിക്കെതിരെ അച്ചടക്ക നടപടിയുമായി പാർട്ടി വന്നാൽ പാർട്ടിക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ എൻ്റെ കയ്യിലുണ്ട്. സംസ്ഥാന തലത്തിലുള്ള ദീപാദാസ് മുൻഷിയും അല്ലെങ്കിൽ ICC ആളുകളായിട്ടുള്ള KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയൊക്കെ ഇവിടുത്തെ കേവലം തൃശ്ശൂരിലൊരു മേയറെ നിശ്ചയിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഈ താഴെ തട്ടിൽ പണിയെടുത്ത ആളുകളുടെ ചകടത്തടിക്കുന്നതിന് തുല്യമല്ലേ? ഈ സാധാരണ നിലയിൽ ഈ സമരവും പ്രകടനവും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ സാധാരണ പറയും ലാലി ചേച്ചി ഈ സമരം തൂക്കിയെന്ന്. ഇന്നത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ ലാലി ചേച്ചി തൂക്കിയല്ലോ. ഇന്നത്തെ മേയർ സ്ഥാനാർത്ഥിക്കുള്ള ഒരു വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള വോട്ടാണ്. അത് ഞാൻ കൊടുത്തിരിക്കും. അതിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കില്ല. കാരണം എൻ്റെ പാർട്ടി ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാർട്ടി എൻ്റെ അഭിമാനമാണ്. കേവലം അതിലുള്ള 4-5 നേതാക്കളല്ല ഈ പാർട്ടി.